പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 22-ാം ദിനം. വെളിച്ചത്തെ തിരിച്ചറിയാൻ സഹായിക്കുക. പൗലോ കൊയ്ലോയുടെ 11 മിനിറ്റ്സ് ബ്രസീലിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെത്തി വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന മരിയ എന്ന യുവതിയുടെ കഥയാണ്. അവളുടെ ശരീരഭംഗിയെക്കുറിച്ച് മാത്രം വർണ്ണിച്ചിരുന്ന സാധാരണ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി റാൽഫ് ഹാർട്ട് എന്ന ചിത്രകാരൻ ഒരിക്കൽ അവളോട് പറഞ്ഞു, എനിക്ക് നിന്റെ ഉള്ളിൽ ഒരു പ്രകാശം കാണാം. ആ വാക്കുകൾ അവളുടെ വ്രണിതമായിരുന്ന ആത്മാഭിമാനത്തിനുമേൽ പൂശപ്പെട്ട സൗഖ്യലേപനമായിരുന്നു. റാൽഫ് ഹാർട്ടിനോടൊപ്പം സമയം ചിലവഴിച്ചപ്പോഴൊക്കെ അവൾക്ക് തോന്നി, തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിരുന്ന വെളിച്ചവും അന്തസ്സുമൊക്കെ തിരികെ ലഭിക്കുന്നത് പോലെ. ചില മനുഷ്യർ റാൽഫ് ഹാർട്ടിനെ പോലെയാണ്. ആരുടെയും കുറവുകളിലേക്കും ആത്മനിന്ദകളിലേക്കും കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്കും കനലുകൾ വാരി വിതറാതെ അവരുടെ ഉള്ളിൽ ചാരം മൂടിക്കിടക്കുന്ന ആത്മാഭിമാനത്തിൻ്റെ കനലുകളെ ഊതിക്കത്തിക്കുന്നവർ. തൻ്റെ മുൻപിലിരുന്ന ശിഷ്യന്മാരുടെ ഉള്ളിൽ അന്ധകാരത്തിൻ്റെ കണികകളും രുചി പകരാത്ത ചേരുവകളും ഉണ്ടെന്നറിയാമായിരുന്നിട്ടും ക്രിസ്തു അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നന്മകളെ ബലപ്പെടുത്തുമ്പോൾ അവരിലുള്ള തിന്മകൾ താനേ ഇല്ലാതെയായിക്കൊള്ളുമെന്ന് മനസ്സിലാക്കിയ മഹാനായ മനഃശാസ്ത്രജ്ഞനായിരുന്നു ക്രിസ്തു. നമ്മുടെ അവിശ്വസ്തതകളും ഇടർച്ചകളും കാപഢ്യങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നീ പ്രകാശമാണ്. രുചി പകരാത്ത പലതും നമ്മിലുണ്ടെന്ന് ക്രിസ്തുവിനറിയുന്നത് പോലെ മറ്റാർക്കറിയാം? എന്നിട്ടും അവൻ നമ്മെ നോക്കി പറയുന്നു, നീ രുചി പകരുന്ന ഉപ്പാണ്. പ്രിയമുള്ളവരെ, ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിലുള്ള അല്പം വെളിച്ചത്തെ തിരിച്ചറിയാൻ സഹായിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ പ്രകാശമസ്തമിക്കുന്ന നക്ഷത്രങ്ങൾ ഉൾവലിഞ്ഞ് തമോ ഗർത്തങ്ങളായി തീരുന്നത് പോലെ ചില മനുഷ്യരും തമോ ഗർത്തങ്ങൾക്ക് തുല്യരായി തീർന്നേക്കാം. ഈ വലിയ നോമ്പിൽ മറ്റുള്ളവരിലെ പ്രകാശവും രുചിയും കണ്ടെത്താൻ നമുക്ക് മനഃപൂർവമായി പരിശ്രമിക്കാം. ആരുടെയും പോരായ്മകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പരിശ്രമിക്കാതെ എല്ലാവരുടെയും ഉള്ളിൽ കനൽ മൂടിക്കിടക്കുന്ന നന്മകളെ ഊതിത്തെളിക്കുവാൻ നമുക്ക് പരമാവധി പരിശ്രമിക്കാം. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.